സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. രക്തസാക്ഷികളുടെ ചുടുനിണം, അവരുടെ ജീവിതം, അവരുടെ സമർപ്പണം സഭയ്ക്ക് എന്നും കരുത്താണ്. കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ട യേശു തൻ്റെ രക്തം കൊണ്ട് സഭയ്ക്ക് ജന്മം നൽകിയെങ്കിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ രക്തം കൊണ്ട് എൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തുക. ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ, പുതിയ ഉടമ്പടിയുടെ രക്തം. ആ രക്തം പുതിയ ഉടമ്പടിയുടെ അടയാളമായിട്ട് കുരിശിൽ ചേർത്ത് വെക്കുമ്പോൾ, ക്രിസ്ത്യാനികൾക്കായ അത് നൽകുമ്പോൾ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് അവിടത്തേക്ക് വേണ്ടി ധീരതയോടുകൂടി മരിക്കുക എന്നുള്ളതാണ്. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം എന്ന അവിടുത്തെ കൽപ്പന, അവിടുത്തെ ആഗ്രഹം, അത് പൂർണ്ണ അർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയത് രക്തസാക്ഷികളാണ്. ആ രക്തസാക്ഷികൾ, അവരുടെ ജീവിതം അത് നാം പഠിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ. ഇന്നും സഭ കടന്നു പോകുന്നത് രക്തസാക്ഷിത്വത്തിലൂടെയാണ്. ഓരോ 6 മിനിറ്റിലും ലോകത്ത് എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്നുണ്ട് വിശ്വാസത്തിന് വേണ്ടി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം എത്രയോ തീഷ്ണതയോടുകൂടി രക്തസാക്ഷിത്വത്തിന് വേണ്ടി കാത്തിരിക്കണം. രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസ പ്രതിസന്ധികളിൽ ധീരതയോടെ നേരിടാൻ നാം അവരോട് ചേർന്ന് നിൽക്കുവാനുള്ള ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് ചിന്തിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നത് എന്താണ്? രക്തസാക്ഷികളുടെ ധീരമായ ജീവിതം. മരണത്തെ അവർ എങ്ങനെ അഭിമുഖീകരിച്ചു, അതിനെ നേരിട്ടു. അപ്പോൾ അവർക്ക് ലഭിച്ച കരുത്ത്, ഒരു ശക്തി, ദൈവം നൽകിയ ആ സന്തോഷം, അതേക്കുറിച്ച് നാം പഠിക്കണം, മനസ്സിലാക്കണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിൽ നാം ഇന്ന് പഠിക്കുക നമുക്ക് പ്രിയങ്കരിയായ വിശുദ്ധ ക്രിസ്റ്റീനയെ ആണ്. ജീവിതവീതിയിൽ ക്രിസ്തു സാക്ഷ്യമാകുവാൻ സ്വർഗീയ ദൂതരാൽ അഭിഷേകം ലഭിച്ച അനുഗ്രഹീയ വിശുദ്ധയാണ് വിശുദ്ധ ക്രിസ്റ്റീന. തിരുവചനത്തിൻ്റെ സ്വർഗീയ ജ്ഞാനത്താൽ ആത്മാവിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരുന്നു അവൾ. റോമിലെ നഗരമായ ടസ്കനിയിലാണ്
വിശുദ്ധ ക്രിസ്റ്റീന ജനിക്കുന്നത്. ക്രിസ്ത്യാനികളോട് കഠിന വൈരാഗ്യം വെച്ച് പുലർത്തിയ ഗവർണറായ അർബാനൂസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായിരുന്നു വിശുദ്ധ ക്രിസ്റ്റീന. തനിക്കുണ്ടായിരുന്ന ഭൗതിക സമ്പത്തിനെ ആത്മീയ ആയുധങ്ങളായ എളിമയും സഹനവും കൊണ്ട് കീഴടക്കി വിശുദ്ധ ക്രിസ്റ്റീന ക്രിസ്തു ശുശ്രൂഷയിൽ ഉദാത്തമായ മാതൃകയായി മാറി. നിരവധി പേരെ സഭയിലേക്ക് ആകർഷിച്ച വ്യക്തിയാണല്ലോ വിശുദ്ധ ക്രിസ്റ്റീന. വിശുദ്ധ ക്രിസ്റ്റീനയുടെ ജീവിതം ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാമോ? വിശുദ്ധ ക്രിസ്റ്റീന ഒരു ഗവർണറുടെ മകളായിരുന്നു. റോമൻ ചക്രവർത്തിമാരുടെ ആദ്യ കാലഘട്ടത്തിൽ, മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഒരു ഗവർണറുടെ മകൾ, അർബാനൂസ് എന്നായിരുന്നു ഗവർണറുടെ പേര്. അപ്പോൾ ആ ഗവർണറുടെ മകളെന്ന നിലയിൽ പ്രത്യേകമായ പരിഗണന അവൾക്ക് ലഭിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഗവർണർ പ്രത്യേകമായിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു. വിഗ്രഹാരാധന, പൂജകൾ, അങ്ങനെ വിജാതീയരുടെ ആചാരക്രമങ്ങൾ വളരെ ശക്തിയോടുകൂടി പിന്തുടർന്നു പോകുന്ന ഗവർണറായിരുന്നു അർബാനൂസ്. ഈ അർബാനൂസ് സ്വന്തം മകളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരാഗ്രഹം, അവളെ ഒരു പൂജാരിയാക്കണം. സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹമാണല്ലോ, മക്കളെ വൈദികരായി കാണണമെന്നൊക്കെ മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടല്ലോ. അതുപോലെ ഈ ഗവർണറുടെ ആഗ്രഹം വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്ന ഒരു പൂജാരി ആയിത്തീരണം തൻ്റെ മകൾ. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? അവൾക്ക് വലിയൊരു കൊട്ടാരം പണിത് നൽകി. അതിൽ വിദ്യകളെല്ലാം പഠിപ്പിച്ചു, ഓരോ അവസരത്തിലും പഠിപ്പിച്ചു. നിറയെ വിഗ്രഹങ്ങളായിരുന്നു, വിവിധ രീതികളിലുള്ള വിഗ്രഹങ്ങൾ. അവയെല്ലാം സ്വർണം കൊണ്ടുള്ള വിഗ്രഹങ്ങളായിരുന്നു. സ്വർണവും അതുപോലെ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളായിരുന്നു. അങ്ങനെ ഇവർക്ക് ഇതിനു മുമ്പിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പാഠങ്ങളും അവൾക്ക് നൽകിക്കൊണ്ടിരുന്നു. 12 തോഴിമാരെയും അവൾക്ക് നൽകി. കാരണം അവൾ പുരോഹിതയായിട്ട് മാറുകയല്ലേ. അങ്ങനെ അവൾ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള അധ്യയനം അവിടെ പൂർത്തിയാക്കി. അപ്പോൾ ഒരു ദിവസം ഈ തൻ്റെ പിതാവ് ഗവർണർ അവളോട് പറഞ്ഞു, ഞാനൊന്ന് കാണട്ടെ, നീ ബലിയർപ്പിക്ക്, ഈ പുരോഹിത പൂജ നടത്തുവാൻ ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി അതിൻ്റെ തലേ ദിവസം പൂജയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ വിശുദ്ധ ക്രിസ്റ്റീനയ്ക്ക് ഈശോയുടെ ദർശനമുണ്ടായി. ഈശോ അവളുടെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒരു പുരോഹിതയായി തീരുക, എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുക, അതിനാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ, ഇങ്ങനെ ഒരാളുണ്ടോ? അവൾക്ക് അതിശയം തോന്നുകയാണ്. അങ്ങനെ അവളുടെ ആദ്യ കാലഘട്ട ജീവിതത്തിൽ അങ്ങനെയാണ് അവൾ തൻ്റെ വിശ്വാസത്തിലേക്കൊക്കെ കടന്നു വരാനുള്ള അതിനുള്ള സാധ്യതകൾ കണ്ടെത്തി. വിജാതീയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിഗ്രഹപൂജയും പതിവായിരുന്ന റോമാ സാമ്രാജ്യത്തിൽ പിതാവ് അർബാനൂസ് പണി കഴിപ്പിച്ച കൊട്ടാരത്തിലായിരുന്നു വിശുദ്ധ ക്രിസ്റ്റീന വളർന്നു വന്നത്. സ്വർണത്തിലും വെള്ളിയിലും തീർത്ത കൊട്ടാരത്തിലെ വിഗ്രഹങ്ങൾക്ക് ആരാധനയും പൂജയും അർപ്പിക്കുവാൻ വിശുദ്ധ ക്രിസ്റ്റീനയെ ഒരിക്കൽ പിതാവ് അർബാനൂസ് നിർബന്ധിച്ചു. തത്സമയം ദൈവാരൂപിയുടെ ഇടപെടൽ വിശുദ്ധ ക്രിസ്റ്റീനയുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാവുകയും അവൾ വിഗ്രഹാരാധനയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പിതാവേ, വിശുദ്ധ ക്രിസ്റ്റീനയുടെ മാനസാന്തരം എപ്രകാരമായിരുന്നു എന്ന് വിവരിച്ചു തരാമോ? വിശുദ്ധ ക്രിസ്റ്റീനയുടെ മാനസാന്തരത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ അവൾ പുരോഹിതയാകുവാൻ വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം നേടി. ആ പരിശീലനം നേടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു ദർശനം ഉണ്ടാകുകയാണ്. ആ ദർശനത്തിൽ അവൾക്ക് ഈശോ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, നീ എൻ്റെ മാത്രം മണവാട്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് നീ രക്തസാക്ഷിണിയായി തീരേണ്ടത്, എനിക്ക് വേണ്ടി. അവൾക്ക് ഒരു ജീവിതത്തിൽ ഓരോന്നും കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവൾക്കൊരു സംശയം, ഇത് സത്യമാണോ? ഇപ്പോൾ നിങ്ങളോട് ഒരാൾ പറയുകയാണ്, നിങ്ങൾക്കൊരു ദർശനം കിട്ടുകയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കൊരു തോന്നലാണെന്നല്ലേ, സത്യമാണെന്ന് ഓർക്കുമോ? അപ്പോൾ എന്തു ചെയ്യും എന്ന് പരീക്ഷിച്ചറിയാം. അപ്പോൾ ഇവൾ ക്രിസ്റ്റീന ക്രിസ്ത്യാനികളുടെ ജീവിതം ഒന്ന് പഠിക്കുവാൻ, വളരെ രഹസ്യത്തിൽ പഠിക്കുവാൻ ആരംഭിച്ചു. ക്രിസ്ത്യാനികളുടെ ജീവിതം പഠിച്ചപ്പോൾ അവൾക്ക് അതിശയം തോന്നിപ്പോയി. ഇവരുടെ ജീവിതം പഠിക്കുന്നതിൽ ഞാൻ എത്രമാത്രം വൈകിപ്പോയി. അവൾക്ക് വലിയ ആവേശം തോന്നി. ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും വലിയ ആവേശമായി അവൾക്ക്.
അവൾക്ക് മനസ്സിലായി ക്രിസ്തുവാണ് യഥാർത്ഥത്തിലുള്ള രക്ഷകൻ. താൻ ഈ ബലിയർപ്പിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ സ്വർണം കൊണ്ടുള്ളതാണ്, പക്ഷെ അത് തന്നെ ഒരിക്കലും രക്ഷിക്കുകയില്ല. എന്നാൽ ഈശോ എന്നെ രക്ഷിക്കുമെന്ന് അവൾക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ അവൾ പൂർണ്ണമായിട്ടും യേശുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അന്നുണ്ടായിരുന്ന അവൾ താമസിച്ചിരുന്ന പ്രദേശത്തെ ക്രിസ്ത്യാനികളെല്ലാം രഹസ്യത്തിൽ അവരോടൊപ്പം ആയിരിക്കുകയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം യേശുവിനെ കൂടുതൽ അടുത്തറിയുകയും ചെയ്തു. അവൾ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവാകുന്നു എന്ന് അപ്പസ്തോലൻ പറഞ്ഞതുപോലെ അവളും ജീവിതത്തിൽ തീരുമാനിച്ചു, ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ്. ഇങ്ങനെയാണ് അവൾ ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്നത്. വചനം നൽകിയ ആത്മീയ വരത്താൽ പീഡനങ്ങളും സഹനങ്ങളും നേരിടേണ്ടി വന്ന് മരണത്തെ വരിക്കുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷികളെ അറിയുവാൻ വിശുദ്ധ ക്രിസ്റ്റീനയ്ക്ക് അവസരം ലഭിച്ചു. കൊലക്കളത്തിൽ മൂർച്ചയേറിയ വാളുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്ന വിശ്വാസികളെ കണ്ട വിശുദ്ധ ക്രിസ്റ്റീനയ്ക്ക് സത്യമന്വേഷിച്ചു പോകുവാനും ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും അധിക സമയം വേണ്ടി വന്നില്ല. കഷ്ടതയിലും നഷ്ടതയിലും ദുരിതമനുഭവിക്കുന്നവരുടെ കൂടെ നിന്ന വിശുദ്ധ ക്രിസ്റ്റീന തനിക്കുണ്ടായിരുന്ന സമ്പത്തെല്ലാം ദരിദ്രർക്ക് നൽകി ക്രിസ്തുമാർഗം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. പിതാവേ, വിശുദ്ധ ക്രിസ്റ്റീനയുടെ വിശ്വാസ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? ക്രിസ്റ്റീന യേശുവിനെ അടുത്തറിഞ്ഞപ്പോൾ പിന്നീട് ആ രീതിയിൽ ജീവിക്കാതിരിക്കുവാൻ അവൾക്ക് കഴിയുകയില്ലല്ലോ. ക്രിസ്തു എന്താണ് പറഞ്ഞത്? അവൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവളെ ആകർഷിച്ചത് സമൂഹത്തിലെ ഏറ്റവും അധകൃതർ, പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ അടുത്താണ് എപ്പോഴും സഭ വളർന്നത്. അവരാണ് കൂടുതൽ കടന്നു വന്നത്. അതവളെ അതിശയിപ്പിച്ചു. കാരണം അവൾ ഗവർണറുടെ മകളായിരുന്നത് കൊണ്ട് അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു പാവപ്പെട്ടവരുടെ ജീവിതവും ബുദ്ധിമുട്ടുകളും. എന്നാൽ ക്രിസ്തുവിൻ്റെ ദർശനമുണ്ടായപ്പോൾ, ക്രിസ്ത്യാനികളോടൊപ്പം അവൾ ജീവിച്ചപ്പോൾ അവൾ പാവങ്ങളോടൊപ്പം ഇടപഴകുവാൻ തുടങ്ങി. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നിങ്ങളെനിക്ക് വസ്ത്രം നൽകി. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇത് വിശുദ്ധ ക്രിസ്റ്റീനയെ വളരെ ആകർഷിച്ചു. അവൾക്ക് മനസ്സിലായി എൻ്റെ ജീവിതം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണെന്ന്. അവൾ കൊണ്ടോ പണമുള്ളൂ? പണമില്ലല്ലോ. അവൾ പുരോഹിതയാകാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളല്ലേ അവിടെ നടത്തിയിട്ടുള്ളത്. ആ വലിയ കൊട്ടാരത്തിൽ 12 പരിചാരകരുമായിട്ട് അവൾ അങ്ങനെ ജീവിക്കുകയല്ലേ. പക്ഷെ അവൾക്ക് മനസ്സിലായി എങ്ങനെ പണം ഉണ്ടാക്കാം. സ്വാഭാവികമായിരിക്കും. എങ്ങനെയാണ് അവൾ പണം ഉണ്ടാക്കിയത്? ഈ സ്വർണ്ണ വിഗ്രഹങ്ങളിൽ ഓരോന്നെടുത്ത് വിറ്റു. രഹസ്യത്തിൽ പിതാവ് അറിയാതെ, ഗവർണർ അറിയാതെ വിലപിടിപ്പുള്ള രത്നങ്ങളെല്ലാം എടുത്ത് അവൾ വിറ്റു. പാവങ്ങൾക്ക് അവൾ വിതരണം ചെയ്തു. ഇങ്ങനെ അവൾ തൻ്റെ വിശ്വാസം പ്രഘോഷിച്ചു. ഇങ്ങനെയാണ് അവൾക്ക് അവിടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെയധികം സ്വാധീനമുണ്ടായി ആ കാലഘട്ടത്തിൽ. കാരണം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കഴിക്കാൻ അവൾ കൊടുക്കുകയല്ലേ, ഈ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങളെല്ലാം വിറ്റ്. അങ്ങനെയാണ് അവൾ പ്രേക്ഷിതയായത്. എന്ത് മനോഹരമായൊരു മാതൃകയല്ലേ. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കുക എന്ന ഈശോയുടെ പാഠം അവൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അങ്ങനെ അവൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പെട്ടെന്ന് പോപ്പുലറായി. അനേകം അവിശ്വാസികളെയും അന്യമതസ്ഥരെയും വിശുദ്ധ ക്രിസ്റ്റീന ക്രിസ്തുമതത്തിലേക്ക് ആനയിച്ചു. തൻ്റെ മകൾ ക്രിസ്തുമത വിശ്വാസിയാണെന്ന് മനസ്സിലാക്കിയ അർബാനോസ് ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുവാൻ അവളെ നിർബന്ധിച്ചു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും വിട്ടുവീഴ്ച ചെയ്യാതിരുന്ന വിശുദ്ധയ്ക്ക് നിരവധി പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയാകേണ്ടി വന്നു. തൻ്റെ പിതാവിൻ്റെ സ്വേച്ഛവാഴ്ചയിൽ ദുഃഖിച്ച അവൾ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാനും ആരംഭിച്ചു. സ്വന്തക്കാരെയും ബന്ധുക്കളെയും അയച്ച് അർബാനോസ് തൻ്റെ മകളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നുവെങ്കിലും വിശ്വാസത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കുവാനോ വിശ്വാസത്തിന് കോട്ടമേൽപ്പിക്കാനോ അവർക്കാർക്കും സാധിച്ചില്ല. പിതാവേ, വിശുദ്ധ ക്രിസ്റ്റീന വിശ്വാസ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടല്ലോ.
അതൊന്ന് ഞങ്ങളോട് വിശദീകരിക്കാമോ? വിശ്വാസ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു ഗവർണറുടെ മകൾ വിജാതീയ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ വേണ്ടി പുരോഹിതയാകുവാൻ വേണ്ടി പഠനം നടത്തി ഒരുക്കിക്കൊണ്ട് വന്നവൾ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നിശ്ചയിച്ചു. പിതാവ് ഒരു ദിവസം നിശ്ചയിച്ചു. ആ ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞ് അവൾ ആ അവസരത്തിൽ ബലിയർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊരിക്കലും സാധിക്കുകയില്ല ബലിയർപ്പിക്കുവാൻ. ഈ ഒരു ജോലി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുകയില്ല, ഈ ശുശ്രൂഷ എനിക്കുള്ളതല്ല. അവൾ വിസമ്മതിച്ചു തൻ്റെ പിതാവിനോട്. പക്ഷേ തൻ്റെ മകളുടെ പുരോഹിത ശുശ്രൂഷ കാണുന്നതിന് വേണ്ടി താല്പര്യത്തോടെ വന്ന പിതാവിന് അതിശയം തോന്നി, ഇവളെങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിപ്പോയി. അങ്ങനെ അതിൽ സംശയം തോന്നിയിട്ട് പരിചാരകരുണ്ടായിരുന്നല്ലോ 10-12 പേര്, അവരോട് രഹസ്യത്തിൽ ചോദിച്ചു. അതിൽ ചിലരിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു ഇവൾ ക്രിസ്ത്യാനിയായി തീർന്നുവെന്ന്. ഉടൻ തന്നെ പിതാവ് ആ അർബാനൂസ് ഗവർണർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകളായിരുന്നു. അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ എല്ലാ വിധത്തിലും പരിശ്രമിച്ചു. എന്നാൽ അവൾ ഒരിക്കലും തന്നെ അതിൽ നിന്ന് പിന്തിരിയുവാൻ തയ്യാറായില്ല. ഉടനെ പീഡനമുറകൾ ആ പിതാവ് ആരംഭിച്ചു. പീഡനമുറകളിൽ മുള്ളുകൊണ്ട് വരിഞ്ഞു, കയ്യിൽ കമ്പി ചങ്ങല കൊണ്ട് കെട്ടി ബന്ധിച്ചു, ഇരുട്ടറയിൽ അടച്ചു. അതുപോലെ അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള പീഡനങ്ങളും ഒരു ഇരുമ്പ് പലകയിൽ പഴുപ്പിച്ചു. അടിയിൽ തീ കത്തിച്ചിട്ട് ഇരുമ്പ് പലക പഴുപ്പിച്ചു. പക്ഷേ ഇവളെ ഒന്നും തന്നെ ഏശിയില്ല. പീഡകളുടെ അവസരങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ നിൽക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അത് സഹനം നമ്മെ വേദനിപ്പിക്കൂ, അല്ലെങ്കിൽ ആ വേദനയായിട്ട് തോന്നുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. വലിയ പ്രതിസന്ധികൾ, വലിയ പീഡനങ്ങൾ പിതാവിൽ നിന്ന് ഏറ്റെങ്കിലും അവൾക്കൊന്നും സംഭവിക്കാതെ അവൾക്ക് നിൽക്കുവാൻ സാധിച്ചു. പക്ഷേ ഇവളെ വധിക്കുന്നതിന് വേണ്ടി, മാനസാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി ആരാണ് പീഡിപ്പിച്ചത്? സ്വന്തം പിതാവല്ലേ. പീഡിപ്പിക്കുന്ന അതിനുവേണ്ടി നിൽക്കുമ്പോൾ അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് പിതാവ് അപ്രതീക്ഷിതമായിട്ട് മരിച്ചു, ഹാർട്ട് അറ്റാക്ക് എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരു ദിവസം പിന്നീട് ഉറങ്ങാൻ കിടന്ന ആ പിതാവ് അവൾ പിന്നീട് എഴുന്നേറ്റില്ല. അപ്പോൾ അവൾക്ക് അത് ഇത്രയേ അവൾ പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ, എൻ്റെ പിതാവ് അപ്രതീക്ഷിതമായിട്ട് മരിച്ചു, നിന്നെ ഒന്ന് അറിഞ്ഞ് മാമോദീസ സ്വീകരിച്ച് മരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ലോ, ദുഃഖിച്ചു. അങ്ങനെയാണ് അവൾക്ക് ആ പീഡനത്തിൻ്റെ ആദ്യ കാലഘട്ടം അവൾക്കുണ്ടായത്. പിന്നീട് ഡിയോൺ എന്ന ഒരു ഗവർണർ അതിന് പകരമായിട്ട് വന്നു. ഡിയോൺ ഇവളെ ഇതിലും ക്രൂരമായിട്ട് ക്രിസ്റ്റീന അപ്പോഴേക്കും ക്രിസ്ത്യാനികളുടെ ഇടയിലും അവിടെയെല്ലാം അറിയപ്പെടുന്നവളായി. അവൾക്ക് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യുവാനുള്ള കഴിവ് ലഭിച്ചു. എന്നാൽ ഡിയോൺ എന്ന ചക്രവർത്തി, ഈ ഗവർണർ ഇവളെ കൂടുതൽ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അങ്ങനെ കൂടുതൽ ക്രൂരതയോടുകൂടി അവളെ മർദ്ദിച്ചു. പാമ്പും തേളും ഒക്കെയുള്ള ഒരു മുറിയിലേക്ക് അവളെ അടച്ചു. പാമ്പ് കടിച്ചിട്ട് മരിക്കട്ടെ. പക്ഷേ അങ്ങനെയുള്ള ക്രൂരജീവികളൊന്നും അവളെ സ്പർശിച്ചതേയില്ല. അതുപോലെ മറ്റ് തിളച്ച എണ്ണ, അന്നത്തെ കാലത്ത് പീഡിപ്പിക്കുന്നതായിരുന്നു, തിളച്ച എണ്ണയിലേക്കും ടാറിലേക്കും, ഉരുകിയ തിളയ്ക്കുന്ന ടാറിലേക്കും ഒക്കെ അവളെ ഇട്ടുവെങ്കിലും അവൾ ഒന്നും സംഭവിച്ചില്ല. ഇരുട്ടുമുറിയിൽ, കാരാഗ്രഹത്തിൽ ഈ ദുഷ്ടജന്തുക്കളോടുകൂടി അവളെ അടച്ചു. അവൾ അവിടെ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അവിടെ എത്തിയ ഈ ഗവർണർ ഡിയോൺ ഒരു ഇടിമിന്നലേറ്റ് മരിച്ചു. അപ്പോൾ അവിടെ അത്ഭുതമായ ആ സമയത്ത് ഇടിമിന്നലേറ്റ് മരിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരും മറ്റ് തടവറയിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. പിതാവ് മരിച്ചു, ഇപ്പോൾ ഈ ഗവർണറും മരിച്ചു. ഇത് അവിടെ ഉള്ളപ്പോൾ അവരൊന്നിച്ച് വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവം അവിടെ നിന്നാണെന്ന് അവർ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആണ് അവളുടെ ആ പീഡനത്തിൻ്റെ കാലഘട്ടം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധയ്ക്ക് പ്രഥമ പ്രതിസന്ധിയായി വന്നു നിന്നത് സ്വന്തം പിതാവായ അർബാനുസായിരുന്നു. മകളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം പിതാവിനെ കോപാകുലനാക്കി. സ്വന്തം മകളുടെ ശരീരം മുള്ളുചാട്ട കൊണ്ട് വലിച്ചു കീറി, ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് തടവറയിലടച്ചു. എണ്ണ പുരട്ടിയ ഇരുമ്പ് ചക്രത്തോട് ബന്ധിച്ച് അഗ്നിയിൽ ആളിക്കത്തിച്ചു. വിശുദ്ധ കുരിശിന്റെ അടയാളം വരച്ച് പീഡനങ്ങളെ നേരിട്ട വിശുദ്ധ ക്രിസ്റ്റീന മരണമുഖത്തുനിന്നും
എല്ലായ്പ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ തൻ്റെ പിതാവ് മകളെ വധിക്കാൻ വേണ്ടി കഴുത്തിൽ കല്ലുകെട്ടി തടാകത്തിൽ എറിയുവാൻ കൽപ്പിച്ചു. മരണത്തിൽ നിന്നും വീണ്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടുവന്ന വിശുദ്ധ ക്രിസ്റ്റീനയുടെ ദൈവം പിതാവായ അർബാനൂസിന് മരണം വിധിച്ചു. തുടർന്നു വന്ന ഗവർണറും അപ്രതീക്ഷിത മരണത്തിലേക്ക് യാത്രയാവുകയും വിശുദ്ധയെ നിഷ്കാസനം ചെയ്യാൻ പരാജയപ്പെടുകയും ചെയ്തു. ഒടുവിൽ ഗവർണർ ജൂലിയന്റെ ഭരണകാലത്ത് വിശുദ്ധ ക്രിസ്റ്റീനയെ തൂണിൽ ബന്ധിച്ച് അമ്പെയ്ത് കൊല്ലുകയാണുണ്ടായത്. പിതാവേ, വിശുദ്ധ ക്രിസ്റ്റീനയുടെ രക്തസാക്ഷിത്വം എപ്രകാരമായിരുന്നു? ഡിയോൺ ഗവർണർ, അതിനുശേഷം പിന്നീട് ജൂലിയൻ എന്ന ഗവർണർ വന്നു. ജൂലിയൻ ഗവർണറും ഇതേപോലെ തന്നെ അവളെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു. കാരണം അപ്പോൾ ധാരാളം ആളുകൾ വിശുദ്ധ ക്രിസ്റ്റീനയുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്, അവളുടെ രക്തസാക്ഷിത്വം, അവളുടെ പീഡകൾ കണ്ടിട്ട് സഭയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഗവർണർ വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ഇവളെ വധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വധിക്കുന്നതിന് വേണ്ടി അവളോട് പറഞ്ഞു, പിന്മാറുക അല്ലെങ്കിൽ നീ വധിക്കപ്പെടും. അങ്ങനെ വധിക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടി അവളെ ശരീരത്തിൽ വലിയ ഭാരമുള്ള കല്ല് കെട്ടിയതിന് ശേഷം ഒരു തടാകത്തിൽ എറിഞ്ഞു. പക്ഷേ ദൈവം കൂടെയുണ്ട്, ഏത് പീഡകളിലും ദൈവം കൂടെ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും സഹനങ്ങളുണ്ട്, പക്ഷേ ദൈവം നമ്മെ രക്ഷിക്കും, കൂടെയുണ്ട്. അവൾക്ക് വെള്ളത്തിനടിയിലേക്ക് താഴുന്നതേ ഇല്ല, അവൾ മുകളിൽ തന്നെ കിടന്നു. അതുകൊണ്ട് വീണ്ടും ഗവർണർ അവളെ കൊണ്ടുവന്നിട്ട് മറ്റ് മർദ്ദനമുറകൾ പ്രയോഗിച്ചു. അതിൽ നാവ് പിഴുതെടുത്തു. എത്രയോ വേദനയായിരിക്കും. നാവ് അവളുടെ പിഴുതെടുത്തു. നാവ് പിഴുതെടുത്തെങ്കിലും അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല. അവൾക്ക് നാവില്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു. പക്ഷേ ഈ അവസരത്തിൽ ക്രിസ്റ്റീന AD 234 ക്രിസ്റ്റീന ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇവൾക്ക് മനസ്സിലായി, ക്ഷുദ്ര ജീവികളോ ഒരു തീയോ തിളച്ച എണ്ണയോ മറ്റൊന്നും തന്നെ ഉപദ്രവിക്കുകയില്ല, തന്നെ ബാധിക്കുകയില്ലെന്ന് പറഞ്ഞ് അവൾ മനസ്സിലാക്കിയപ്പോൾ അവൾ ഈശോയോട് പ്രാർത്ഥിച്ചു, എനിക്ക് രക്തസാക്ഷിത്വം തരണമേ എന്ന്. എന്നെ ഒഴിവാക്കരുതേ, ഞാൻ ആഗ്രഹിക്കുന്നതാണ് നിനക്ക് വേണ്ടി രക്തം ചിന്തി മരിക്കുക എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ജൂലിയൻ ഗവർണർ ഈ നാവ് പിന്നീട് മരത്തിനോട് ചേർത്ത് കെട്ടിയിട്ട് അമ്പെയ്ത് അവളെ കൊല്ലുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് വിശുദ്ധ ക്രിസ്റ്റീന നിത്യതയിലേക്ക് കടന്നു പോവുക, അവിടത്തേക്ക് വേണ്ടി ധീര രക്തസാക്ഷിണിയായി തീർന്നത്. പിതാവേ, വിശുദ്ധ ക്രിസ്റ്റീനയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഇന്ന് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? വിശുദ്ധ ക്രിസ്റ്റീനയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോഴുള്ളത് സിസിലിയയിലാണ്. ഇറ്റലിയിലെ സിസിലിയ എന്ന പ്രദേശത്ത്, പലേർമോ, അവിടെയാണ് ക്രിസ്റ്റീനയുടെ ഭൗതിക അവശിഷ്ടമുള്ളത്. ജൂലൈ 24 വിശുദ്ധ ക്രിസ്റ്റീനയുടെ തിരുനാൾ ദിവസം. വിശുദ്ധ ക്രിസ്റ്റീന സഭയിൽ വലിയ ശക്തിയുള്ള വ്യക്തിയാണ്. വിശുദ്ധ ക്രിസ്റ്റീനയോട് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം പേർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും തളർത്താൻ കഴിയാതെ മരണത്തെ ജയിച്ചുകൊണ്ടിരുന്നപ്പോഴും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാൻ വിശുദ്ധ ക്രിസ്റ്റീന ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. വിശുദ്ധയുടെ പ്രാർത്ഥന ഫലമായി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുവാൻ വിശുദ്ധയ്ക്ക് അനുഗ്രഹം ലഭിക്കുകയും സ്വർഗീയ പുത്രിയായി സഭാചരിത്രത്തിൽ ഇടം നേടുവാനും വിശുദ്ധ ക്രിസ്റ്റീനയ്ക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. സഹനങ്ങളെ ശാന്തതയോടെ നേരിടാനും ക്രിസ്തുവിനെ അറിയാനുള്ള സ്വർഗീയ ജ്ഞാനം നേടുവാനും വിശുദ്ധയുടെ ജീവിക്കുന്ന രക്തസാക്ഷിത്വം ഇന്നും വിശ്വാസികൾക്ക് മാതൃകയാവുന്നു. വലിയ സ്ഥാനമാനങ്ങൾ, ആഡംബരം, സുഖജീവിതം എല്ലാം തൻ്റെ മുമ്പിലുണ്ട്. എന്നാൽ തനിക്ക് സ്വന്തമായിട്ടുള്ളത് തൻ്റെ പ്രിയങ്കരനായ മണവാളൻ ഈശോയാണെന്ന് മനസ്സിലാക്കി സ്വയം സമർപ്പിച്ച ധീര വനിതയാണ് വിശുദ്ധ ക്രിസ്റ്റീന. പ്രതിസന്ധികളിൽ അവൾ തളർന്നില്ല. അവൾ ധീരതയോടുകൂടി അവിടുത്തോട് ജീവിക്കുവാൻ സാധിച്ചു. ഒട്ടും തന്നെ അവളെ ഭയപ്പെടുത്തിയില്ല എല്ലാവിധ പീഡന മുറകളും. എത്രയോ അത്ഭുതം! രക്തസാക്ഷിത്വത്തിൽ
ഒരു സ്വല്പമെങ്കിലും ഈശോയോട് സ്നേഹമുണ്ട്, എനിക്ക് രക്തസാക്ഷിയാകണം എന്ന ചിന്ത മനസ്സിലുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് തരുന്ന അനുദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനും അഭിമാനിക്കുവാനും സാധിക്കും. അത് നമുക്ക് ശക്തിയാണ് നൽകുക, നിരാശയല്ല. പലപ്പോഴും ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നമുക്ക് നിരാശയുണ്ട്. എവിടെ മറഞ്ഞിരിക്കുന്ന ദൈവം? ആ നിരാശപ്പെടരുത്. പ്രത്യുത അവന് വേണ്ടി വെളുത്ത രക്തസാക്ഷിത്വം അതെനിക്ക് സാധിക്കും, രക്തസാക്ഷികളെപ്പോലെ എനിക്ക് സമർപ്പിക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സന്തോഷമായിരിക്കും. ഇനിയും എനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പീഡനങ്ങൾ തരട്ടെ എന്ന് വിശുദ്ധ അൽഫോൻസയെ പോലെയൊക്കെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അത് വിശുദ്ധ ക്രിസ്റ്റീനയുടെ ജീവിതം ശക്തി നൽകേണ്ടതാണ്, കരുത്ത് നൽകേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വിശുദ്ധമായ ജീവിതം ഈ സഹനത്തെ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാനസാന്തരമുണ്ടാകും. അത് നാം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കണം. എൻ്റെ സഹനങ്ങൾ മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി എന്താ സമർപ്പിച്ചുകൂടെ? രക്തസാക്ഷിയായിക്കൂടെ? നമുക്ക് സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വിശുദ്ധരുടെ ജീവിതം പഠിക്കാം. വിശുദ്ധ ക്രിസ്റ്റീനയെ നമുക്ക് അടുത്ത് അനുകരിക്കുവാൻ പരിശ്രമിക്കാം. അപ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് അപ്പസ്തോലൻ്റെ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അവിടുത്തെ പിന്നാലെ നടന്ന് അവിടുന്ന് വഹിച്ച കുരിശ് സന്തോഷത്തോടെ ഏറ്റെടുത്ത് നമുക്ക് സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകാം. അതിന് നമ്മെ ക്ഷണിക്കുകയാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. വിശുദ്ധ ക്രിസ്റ്റീനയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട വിശുദ്ധേ, ഞങ്ങളുടെ സങ്കടങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ പ്രിയപ്പെട്ടവളെ പോലെ ഞങ്ങൾക്കും കൃപ നൽകണമേ. അതിനുള്ള വിശ്വാസം, ധീരത ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. നമ്മുടെ സങ്കടങ്ങളും സഹനങ്ങളും ഈശോയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ ക്രിസ്റ്റീനയുടെ മാതൃക നമുക്ക് പിൻചെല്ലാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പമായിരുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ പാപികളുടെ മാനസാന്തരം സാധ്യമാകും. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിണമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.